എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും. കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ചരിത്ര നേട്ടമെന്ന് മന്ത്രി വീണ ജോർജ്. സപ്ലൈകോയിൽ ഉത്രാട ദിനത്തിൽ വമ്പൻ വിലക്കുറവ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സപ്ലൈകോയിൽ ഉത്രാട ദിനത്തിൽ വമ്പൻ വിലക്കുറവ്. തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര സാധനങ്ങൾക്ക് 10% വരെ വിലക്കുറവ് ഉത്രാട ദിനത്തിൽ ലഭിക്കും. ഓണം പ്രമാണിച്ച് സപ്ലൈകോയിൽ നിലവിലുള്ള ഓഫറിനും വിലക്കുറവിനും പുറമെയാണ് പുതിയ ആനുകൂല്യം. അരി, എണ്ണ, സോപ്പ്, നെയ്യ്, ഡിറ്റർജന്റ് കിറ്റുകൾ, ശബരി ഉത്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അധിക വിലക്കുറവ് ലഭിക്കുക. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പുറമെ മാവേലി സ്റ്റോർ, മാവേലി സൂപ്പർ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാ വിൽപ്പനശാലകളിലും ഉത്രാട ദിനത്തിൽ വിലക്കുറവ് ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജുകളും യാഥാർത്ഥ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയതോടെയാണ് ഇത് സാധ്യമായത്. പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെ 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭിച്ചത്. ഇതോടെ 300 MBBS സീറ്റുകളാണ് സർക്കാർ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ലഭ്യമാക്കിയത്. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പാലിച്ച് ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നേരത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരുന്നു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോട്ടയത്ത് പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലെത്തിയ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ പുതുശ്ശേരിച്ചിറ സതീഷ് ചന്ദ്രനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇന്നലെ സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. മധുരിക്കും ഓർമ്മകളെ എന്ന ഗാനവും ആലപിച്ചിരുന്നു. ആഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി 10 മണിയോടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബംഗളൂരുവിൽ ഓണാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ 5 പ്രതികൾ പിടിയിൽ. മലയാളികളായ ആദിൽ, സുഹൈൽ, കെവിൻ, ആൽബിൻ, ശ്രീജു എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരു ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത്. ആദിത്യ എന്ന വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത്. അപകീർത്തികരമായ പരാതി നൽകി വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് കാട്ടി അഡ്വക്കേറ്റ് M. മുനീറിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ MLA മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. 15 ദിവസത്തിനുള്ളിൽ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയുകയും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തില്ലെങ്കിൽ സിവിൽ, ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അഡ്വക്കേറ്റ് ശാസ്തമംഗലം സജിത് മുഖേന അയച്ച നോട്ടീസിൽ പറയുന്നു. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിത BRS പാർട്ടി വിട്ടു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തതിന്റെ പിറ്റേന്നാണ് പ്രഖ്യാപനം. MLC പദവിയും കവിത രാജിവെച്ചിട്ടുണ്ട്. ബന്ധുക്കളും BRS നേതാക്കളുമായ ഹരീഷ് റാവുവും സന്തോഷ് റാവുവും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരായ പാർട്ടി നടപടിയെന്ന് കവിത ആരോപിച്ചു. ഇരുവരും പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികൾ അല്ലെന്നും തന്റെ ഗതി നാളെ KCR-നും KTR-നും വരാമെന്നും കവിത പറഞ്ഞു. ഓണക്കാലത്ത് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഇരുട്ടടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനയാണുള്ളത്. ഓണം, വിഷു, ഈസ്റ്റർ, പെരുന്നാൾ, ക്രിസ്മസ്, പുതുവത്സരം തുടങ്ങി വിശേഷ അവസരങ്ങളിൽ എയർലൈനുകൾ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാറുണ്ട്. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ജർമ്മനി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വോഡഫൂളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിനാണ് പ്രഖ്യാപനം. ഇന്ത്യക്കും ജർമ്മനിക്കുമിടയിലെ വ്യാപാരം ഇരട്ടിയാക്കും. ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും S. ജയശങ്കർ പറഞ്ഞു. ആദ്യത്തെ കേരള 2020 ചെസ് ലീഗിന് ഈ വരുന്ന ശനിയാഴ്ച ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ തുടക്കം. US-ലെ ഡെലാവർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രീമിയർ ചെസ് അക്കാദമിയാണ് 2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 20 ബോർഡ് ചെസ് മത്സരങ്ങൾ ഉൾപ്പെടുന്നതാണ് കേരള പ്രീമിയർ ചെസ് ലീഗ്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.